ഹലോ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇഫ്താർ പ്രിപ്പറേഷൻ വീഡിയോ ആണ്, അല്ലെങ്കിൽ ഇഫ്താർ പ്രിപ്പറേഷൻ വ്ളോഗാണ്. അപ്പോൾ നമ്മുടെ റമളാൻ ഡേ 5ൻ്റെ ഇഫ്താർ പ്രിപ്പറേഷൻ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സും അതുപോലെ തന്നെ മെയിൻ കോഴ്സിന് വേണ്ടിയിട്ട് മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഐറ്റംസും എല്ലാം ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഇഫ്താർ സ്നാക്കായിട്ട് എടുത്തിരിക്കുന്നത് ഒരു ചിക്കൻ വെജിറ്റബിൾ സമൂസയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ വെജിറ്റബിൾ സമൂസയാണ്. അപ്പോൾ ഈ ഒരു സമൂസയിൽ നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വെജിറ്റബിൾ ആയിട്ട് ക്യാബേജും ക്യാരറ്റും സവോളയുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇത് നമ്മുടെ വീട്ടിലെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. പിന്നെ സമൂസകളിൽ തന്നെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഈ ഒരു സമൂസ ഫില്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കാടെയും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫില്ലിംഗാണ്. അപ്പോൾ ഇതിൻ്റെ എരിവിനായിട്ട് ഇതിൽ കൊടുക്കുന്നത് ഗ്രീൻ ചില്ലിയും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ പെപ്പർ പൗഡറും കൊടുക്കുന്നുണ്ട്. നമ്മുടെ എരിവിന് ആവശ്യത്തിന് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു വെജിറ്റബിൾ ചിക്കൻ സമൂസയുടെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് പുറകെ വരുന്നതായിരിക്കും. ഞാൻ ഈ വീഡിയോ എന്ന് പറയുന്നത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സമൂസയാണ്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ നമ്മുടെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള സ്നാക്ക് 1-2 കൂട്ടം സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്നാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഈ സമൂസയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ക്രിസ്പി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല അടിപൊളി ഫില്ലിംഗ് ആയിട്ടുള്ള സമൂസ. അപ്പോൾ സമൂസയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെച്ചു. അതിനുശേഷം ഇന്ന് രണ്ടാമത്തെ സ്നാക്കായിട്ട് ഞാൻ എടുക്കുന്നത് നമ്മുടെ സമൂസയുടെ ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി വെച്ചതാണ്, സമൂസയിൽ ഫില്ല് ചെയ്യാതെ കുറച്ച് ബാക്കി വെച്ചു. ആ ബാക്കി വെച്ചതിലേക്ക് കുറച്ച് കുറച്ച് കൂടുതൽ ബ്രെഡ് പൊടിയും കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ ഒന്നല്ലെങ്കിൽ ബോയിൽഡ് പൊട്ടറ്റോ വെച്ച് നമുക്ക് മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ പൊട്ടറ്റോ ഒക്കെ വേവിക്കാനായിട്ട് കുറച്ചും കൂടെ പണിയാണല്ലോ. നമുക്ക് ബ്രെഡ് പൊടി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പൊടിച്ചത് നമ്മുടെ കയ്യിൽ പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാമല്ലോ. അപ്പോൾ കുറച്ച് ബ്രെഡ് പൊടിയോ പൊട്ടറ്റോ ബോയിൽ ചെയ്തതോ ചേർത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഫില്ലിങ് ഒന്ന് ഉരുട്ടിയെടുക്കുകയാണ് ഞാൻ. നമ്മുടെ ആ സമൂസ ലീഫിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ സെയിം ഫില്ലിങ്. അപ്പം ഞാൻ ഇന്ന് സ്നാക്കായിട്ട് കുറച്ച് സമൂസയും റെഡിയാക്കുന്നുണ്ട്. പിന്നെ വേറെ ഒരു സ്നാക്ക് പോരല്ലോ. അപ്പോൾ ഒന്നുകൊണ്ട് തന്നെ നമുക്ക് വെറൈറ്റി സ്നാക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു ഐഡിയയും കൂടിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനും ക്യാരറ്റും ക്യാബേജും സവോളയൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങിലേക്ക് കുറച്ച് ബ്രെഡ് പൊടിയും ഞാൻ മിക്സ് ചെയ്ത് അത് ഉരുള പിടിക്കുകയാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടാക്കണമെങ്കിൽ, ഇപ്പോൾ കട്ട്ലേറ്റിനാണെങ്കിലും അതുപോലെ തന്നെ ചിക്കൻ ബോൾസിനാണെങ്കിലും മീറ്റ് ബോൾസിനാണെങ്കിലും നമ്മൾ കോമൺ ആയിട്ട് ബ്രെഡ് പൊടിച്ചത് ചേർക്കും, അല്ലെങ്കിൽ പൊട്ടറ്റോ പൊടിച്ചത് ചേർക്കും. അതാണല്ലോ നമ്മൾ കോമൺ ആയിട്ട് ഉരുള പിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇന്നിവിടെ കുറച്ച് ബ്രെഡ് പൊടി വെച്ചിട്ട് ഉരുള പിടിക്കുകയാണ്. പിന്നെ നമ്മുടെ സമൂസയുടെ സൈഡ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയും ഉപ്പും വെള്ളവും കൂടെ ചേർന്നിട്ടുള്ള ബാറ്റർ ഉണ്ടല്ലോ, ആ ബാറ്ററും കൂടി ഞാൻ വേസ്റ്റ് ആക്കാതെ ഈ ഒരു സ്നാക്കിലേക്ക് യൂട്ടിലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ആ സമൂസയുടെ ഞാൻ കൂടുതലും 1-2 ദിവസത്തേന് വേണ്ടിയിട്ട് സമൂസ ഫില്ല് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്ന് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു 5-6 സമൂസ ഞാൻ പൊരിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡേയിലത്തേനും വേണ്ടിയിട്ടും ഒരു 5-6 സമൂസ ഞാൻ പൊരിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 6 12 സമൂസയ്ക്കുള്ളത് ഞാൻ സെറ്റാക്കി. ബാക്കി ഒരു 5-6 വേറെ ഒരു വെജ് ചിക്കൻ ബോൾ എന്നുള്ള രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പോൾ മൈദയുടെ ആ ഒരു ബാറ്ററിലേക്ക് ഞാൻ ആദ്യം ഒന്ന് റോൾ ചെയ്തു. അതിനുശേഷം ബ്രെഡിൻ്റെ പൊടിയിലേക്ക് ഞാൻ റോൾ ചെയ്തു. ഇതെന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. ഫില്ലിങ് സെയിം ആണ്, പക്ഷേ റെഡിയാക്കി വന്നപ്പോൾ 2 സ്നാക്കും തമ്മിൽ ഒരു ബന്ധവുമില്ല. മറ്റേന്ന് പറയുന്നത് ഞാൻ സ്വിസ് സമൂസ ലീഫാണ്, സമൂസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സ്വിസ്സിൻ്റെ സമൂസ ലീഫാണ് എടുക്കുന്നത്. അതിനൊരു മാറ്റവും ഇല്ല, കാരണം നമ്മളെപ്പോഴും ആ ഒരു സെയിം ലീഫാണ്. കാരണം നമുക്ക് പല ബ്രാൻഡഡ് പല കമ്പനികൾ യൂസ് ചെയ്ത് നോക്കി ഒന്നും സെറ്റാവുന്നില്ല. അപ്പം ഈ ഒരു സ്വിസ് സമൂസ ലീഫ് തന്നെയാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ദിവസം സ്പ്രിംഗ് റോളിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ സ്പ്രിംഗ് റോളിനും ഈ ഒരു സ്വിസ്സിൻ്റെ സ്പ്രിംഗ് റോൾ ഷീറ്റ് തന്നെയാണ് എടുക്കുന്നത്.
ഇതാ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഫില്ലിങ് സെയിം ആണെങ്കിൽ പോലും ഒരു റെഡിയാക്കി പൊരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയിട്ടുള്ള സ്നാക്കാണ് നമുക്ക് കിട്ടിയത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ സ്വിസ്സിൻ്റെ സമൂസ ലീഫിൽ വെച്ചിട്ടുള്ള സമൂസയും, പിന്നെ മറ്റേതെന്ന് പറയുന്നത് മൈദയുടെ ബാറ്ററിലും ബ്രെഡിൻ്റെ ബാറ്ററിലും മുക്കിയിട്ടുള്ള സമൂസയുടെ ഫില്ലിങ് വെച്ച് റോൾ ചെയ്തിട്ടുള്ള ആ ഒരു ചിക്കൻ വെജിറ്റബിൾ ബോൾസും വളരെ ടേസ്റ്റി ആയിരുന്നു. അപ്പം ഞാൻ അത് സമൂസയും അതുപോലെ തന്നെ ചിക്കൻ ബോൾസും എല്ലാം റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. ഇതെന്ന് പറയുന്നത് ഞാൻ കുക്ക് ചെയ്യുന്നത് ഒരു ഉച്ച സമയത്താണ്. നമുക്ക് ഇഫ്താറിൻ്റെ ആ ഒരു ടൈം ബാങ്ക് വിളിക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ 30 മിനിറ്റ്സ് മുന്നേ ആയിരിക്കും നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ഇനി അടുത്തത് ഇത് പിന്നീട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മട്ടൻ ചില്ലി പൗഡറും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് അതും ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഇതാ ഇഫ്താറിൻ്റെ ടൈം ആയപ്പോഴത്തേനും നമ്മളിതാ ഏറ്റവും ആദ്യം തന്നെ കുറച്ച് ചായ എനിക്കും ഇക്കാക്കും വേണ്ടിയിട്ട് ചായ ഞാൻ വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിലിരുന്ന നമ്മുടെ സ്നാക്സ് 1 by 1 ആയിട്ട് പുറത്തേക്ക് എടുക്കുകയാണ്. ഇനിയിപ്പോൾ പാൻ ചൂടായി, എണ്ണ ഒഴിച്ചതിന് ശേഷം പാനിൽ എണ്ണ ചൂടായി, അതിലേക്ക് നമുക്ക് ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്നാക്സ്, അപ്പോൾ സമൂസയാണ് ആദ്യം പൊരിക്കുന്നത്. സമൂസ പൊരിച്ച് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, എൻ്റെ ഈ ഒരു സമൂസയുടെ ഫില്ലിംഗ് എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇഫ്താർ സ്നാക്കായിട്ടുള്ള സമൂസയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സംഭവമാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചായ വെക്കുന്നു, അതുപോലെ തന്നെ സ്നാക്സ് പൊരിക്കുന്നു, പിന്നെ ഫ്രൂട്ട്സ്. ഇന്ന് നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സും ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒന്ന് തണുപ്പ് മാറാൻ വേണ്ടി പുറത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ സമൂസ എന്ന് പറയുന്നത് ഒരു സൈഡ് ഫ്രൈ ആയി. ഇനിയിപ്പോൾ നെക്സ്റ്റ് സൈഡ് നമ്മൾ തിരിച്ചിട്ടു. നമ്മൾ ഇന്ന് ഫ്രൂട്ടായിട്ട് ഇരിക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ടും ഓറഞ്ച്, സ്ട്രോബെറി, പിന്നെന്താ ആപ്പിള്, വാട്ടർമെലൺ, മുസമ്പി, ഇത്രയുമാണ് നമ്മൾ ഫ്രൂട്ടായിട്ട്. നമ്മളിപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ കാരണം അല്ലെങ്കിൽ ഒരു 2 നേരം 3 നേരമൊക്കെ പകൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് കഴിക്കലൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പകൽ കഴിച്ചുകൊണ്ടിരുന്ന ആ ക്വാണ്ടിറ്റിയിലുള്ള ഫുൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് രാത്രി കട്ട് ചെയ്ത് വെച്ച് അത് പല തവണകളായിട്ട് കഴിക്കും. ശരിക്കും പറഞ്ഞാൽ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഒരു ഡേയുടെ ഫസ്റ്റ് ഹാഫിൽ കഴിക്കണം എന്നാണ് അറിവുള്ളവർ പറഞ്ഞു തന്നിരിക്കുന്നതും. അതുപോലെ തന്നെ ശരീരത്തിന് ഹെൽത്ത് വൈസ് അതാണ് നല്ലത്. പക്ഷേ നോമ്പൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ആ ഒരു കാര്യമൊക്കെ തൽക്കാലത്തിന് മാറ്റി വെക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ സമൂസ പൊരിച്ചു കോരി. അപ്പോൾ ഒരു 5-6 സമൂസ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു 5-6 സമൂസ പൊരിച്ചു കോരി. അതിനുശേഷം ആ സെയിം ഓയിലിലേക്ക് തന്നെ ഞാൻ വെജിറ്റബിൾ ചിക്കൻ ബോൾസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ചീസ് ഇല്ലായിരുന്നു. നമ്മുടെ കയ്യിൽ ചീസൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ ചിക്കൻ ബോൾസ് അല്ലെങ്കിൽ വെജ് ചിക്കൻ ബോളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറച്ച് മോസറല്ല ചീസ് അല്ലെങ്കിൽ കുറച്ച് ചീസൊക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു ബോൾസ് ഒന്ന് കവർ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. നമ്മളിങ്ങനെ ഓയിലിൽ പൊരിച്ചിട്ട് ചൂടോടെ കഴിക്കുമ്പോഴത്തേനുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ ചീസൊക്കെ ഇങ്ങനെ വലിഞ്ഞു വരും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്നാക്കായിട്ട് കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ചിക്കൻ ചീസ് ബോൾസ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണേലും ഇതെന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വെജിറ്റബിൾ ചിക്കൻ ബോൾസ് ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ വെജിറ്റബിൾ ചിക്കൻ ബോൾ എന്ന് പറയുന്നത് വേറെ റെസിപ്പി ആയിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ ആ ഒരു സമൂസ റെസിപ്പി കാണുന്നവർക്കറിയാം. ആ സമൂസ റെസിപ്പിയുടെ ആ സെയിം ഫില്ലിങ് വെച്ച് തന്നെ ഞാൻ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ബോൾ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ബ്രെഡ് പൊടിയും കൂടി ഒന്ന് ആഡ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിൽ റെഡിയാക്കിയത് ചിക്കൻ വെജ് സമൂസയും അതുപോലെ തന്നെ ചിക്കൻ വെജ് ബ്രെഡ് ബോൾസുമാണ് ഞാൻ ഇന്ന് റെഡിയാക്കിയത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ട സമൂസ എന്ന് പറയുന്ന ഒരു 2-3 സമൂസ ബാക്കിയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. വാങ്ങിച്ച സമൂസ ബാക്കിയുണ്ടായിരുന്നത്. അപ്പോൾ അത് ചീത്തയായി പോകണ്ടെന്ന് വിചാരിച്ച് അതും കൂടി ഞാനൊന്ന് ഓയിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ്.
അപ്പോൾ അതാ നമ്മുടെ എണ്ണയിൽ കുറച്ച് പൗഡറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഫ്രഷായിട്ട് പൊരിച്ച ആ ഒരു ബ്രെഡ് പൊടിയുടെ ആ ഒരു പൗഡറാണ്. അപ്പോൾ ഇന്നും കൂടെ പൊരിച്ചിട്ട് ആ ഒരു ഓയിൽ മാറ്റിയേക്കാം. അപ്പോൾ അതിനുശേഷം നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിച്ച ആ ഒരു സമൂസയും കൂടെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അത് പ്യുവർലി വെജിറ്റബിൾ സമൂസയാണ്, അതിൽ നോൺ വെജും കാര്യങ്ങളൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് ഓണിയൻ പക്കോടയുണ്ട്, ഫ്രൂട്ട്സ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് സ്നാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സമൂസയും ചിക്കൻ ബോൾസും ഒക്കെ കൂട്ടി നമ്മൾ നോമ്പ് തുറന്നു. അപ്പം നോമ്പൊക്കെ തുറന്നതിന് ശേഷം പിന്നീട് മെയിൻ കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഇഫ്താറിൻ്റെ സ്പെഷ്യൽ മെയിൻ കോഴ്സിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വെക്കുന്നത്, ഇതും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിൽ ഷെയർ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. എൻ്റെ മട്ടൻ പൊട്ടറ്റോ കറി എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ പെട്ടെന്ന് കാണിച്ച് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് നോമ്പ് തുറക്കാനായിട്ട് റെഡിയാക്കുന്ന, അതായത് റമളാൻ ഡേ 5 ഞാൻ എൻ്റെ സ്പെഷ്യൽ ഡിഷെന്ന് പറയുന്നത് എന്നത്തെയും പോലെ തന്നെ നൈസ് പത്തിരി തന്നെയാണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ കറിയായിട്ട് ഞാൻ എടുക്കുന്നത് മട്ടൻ പൊട്ടറ്റോ കറിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം മട്ടൻ മാത്രം വെച്ചിട്ടുള്ള കറി ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് എന്തെങ്കിലും ഒരു വെറൈറ്റി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൊച്ചുള്ളിയും അതുപോലെ തന്നെ കുറച്ച് പൊട്ടറ്റോസൊക്കെ ചേർത്തിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ പൊട്ടറ്റോ കറിയാണ് വെക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പുറകെ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് മട്ടൻ്റെ ഒപ്പം പൊട്ടറ്റോ വെന്ത് കലങ്ങിയാലും കുഴപ്പമില്ല. ഇക്കാക്കെന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ ഓരോന്നോരോന്നായിട്ട് കിടക്കുന്നതിനേക്കാളും അത്യാവശ്യം നന്നായിട്ട് വെന്ത് അതുമായിട്ടൊന്ന് മിക്സ് ആവുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ മട്ടൻ്റെ കൂടെ തന്നെ പൊട്ടറ്റോയും അങ്ങ് വഴട്ടി കുക്കറിൽ വെക്കുകയാണ്. പിന്നെ പൊട്ടറ്റോ വലിയ വലിയ പീസസ് ആയിട്ട് കിടക്കണം എന്നുള്ളവർ നമ്മുടെ മട്ടൻ ഒരു 3 വിസിലൊക്കെ കേട്ടതിന് ശേഷം, വിസിൽ കളഞ്ഞതിന് ശേഷം കുക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് പൊട്ടറ്റോ പിന്നീട് ആഡ് ചെയ്ത് പിന്നെ എല്ലാം കൂടി ഒന്ന് നമുക്ക് ചേർക്കാം. അതാകുമ്പോൾ സാമ്പാറിലൊക്കെ കിടക്കുന്ന പോലെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പൊട്ടറ്റോ പീസസ് എടുത്ത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ എൻ്റെ പൊട്ടറ്റോ മട്ടൻ കറിയുടെ ഫൈനൽ സ്റ്റേജായി. അപ്പോൾ കുക്കറിൽ നിന്നൊക്കെ എടുത്തു, നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോവുകയാണ്. കുക്കറിൽ നിന്നൊക്കെ എടുത്ത് നമ്മളൊരു പാനിലേക്ക് മാറ്റി. അപ്പോൾ എനിക്ക് ഇപ്പം മട്ടൻ പീസസ് മാത്രമേ കാണുന്നുള്ളൂ. പൊട്ടറ്റോസ് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് ഉദ്ദേശിച്ചത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കിവിടെ എനിക്ക് പൊട്ടറ്റോസ് എടുത്തെടുത്ത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇക്കാക്ക് ഈ ഒരു പൊട്ടറ്റോ വെന്ത് കലങ്ങുന്നത്, അതിലൂടെ മിക്സ് ആവുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അങ്ങനെ ഓവർ കുക്ക് ചെയ്തത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഇഫ്താറിന് വേണ്ടിയിട്ടുള്ള മെയിൻ കോഴ്സായിട്ട് ഞാൻ എടുക്കുന്നത് മട്ടൻ പൊട്ടറ്റോ കറിയും അതുപോലെ തന്നെ നൈസ് പത്തിരിയുമാണ്. അപ്പോൾ പൊട്ടറ്റോ വെച്ചിട്ടുള്ള കറി ആയതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാപ്പാലും കാര്യങ്ങളും ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള നൈസ് പത്തിരിയൊക്കെ ചുട്ട് എടുത്തു, അത് കാസ്ട്രോളിലേക്ക് വെച്ചു. പിന്നെ നമ്മുടെ കറിയും ടേബിളിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള, ആവശ്യത്തിന് എരിവൊക്കെ ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള മട്ടൻ കറിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ മട്ടൻ പീസസ് ആണ് കൂടുതൽ. പൊട്ടറ്റോ എന്ന് പറയുന്നത് ഞാൻ ചെറിയ 2 പൊട്ടറ്റോ ആണ് ഇട്ടത്. അത് ഒരു 4-5 വിസിൽ കേട്ടപ്പോഴത്തേനും അതങ്ങ് വെന്ത് കലങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വളരെ ക്രീമി പോലെ, എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് ഒന്നാമതേ ഞാൻ മട്ടൻ കറി വെച്ചത് ഒരു സെമി ഗ്രേവിയിലാണ്. അപ്പോൾ പൊട്ടറ്റോയും കൂടെ അങ്ങ് മിക്സ് ആയപ്പോൾ അതൊന്നും കൂടെ തിക്കായി. അപ്പോൾ നല്ല ചൂട് നൈസ് പത്തിരിയും അപ്പോൾ നല്ല ചൂട് പത്തിരിയും, ആ പത്തിരിയുടെ മുകളിലേക്ക് 2-3 പീസ് മട്ടനും അതുപോലെ തന്നെ നല്ല തിക്കായിട്ടുള്ള പൊട്ടറ്റോ മട്ടൻ കറിയുടെ ഗ്രേവിയും എല്ലാം കൂടെ ചേർത്തിട്ട് എനിക്ക് കഴിക്കാനുള്ള ഫുഡ് ഞാൻ വിളമ്പുകയാണ്. അപ്പോൾ സാറായ്ക്കും ഇക്കാക്കുമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അവരെടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ റംളാൻ ഡേ 5 ഇഫ്താർ ഡിലീഷ്യസ് ഡിഷസ് അല്ലെങ്കിൽ ഇഫ്താർ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ടേസ്റ്റി സ്നാക്സ്, ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സും അതുപോലെ തന്നെ എൻ്റെ മെയിൻ കോഴ്സായിട്ടുള്ള കറിയും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.